സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരികയിൽ നിന്നും സത്യങ്ങളെല്ലാം അറിഞ്ഞ ദേവിക ചന്ദ്രോത്ത് വന്ന കാര്യങ്ങൾ പറയുമ്പം പ്രഭാവതി ആണെങ്കിൽ പ്രഭാവതിയുടെ പതിവ് എടുത്തിയാട്ടം തന്നെയാണ് നടത്തുന്നത്. ഞാനിതിപ്പോൾ തന്നെ പോലീസിൽ അറിയിക്കാൻ പോകാമെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അമ്മേ അത് വേണ്ട, അത് കൂടുതൽ അപകടമാവുള്ളൂ എന്ന് പറയുമ്പം എന്ത് അപകടം, നിങ്ങൾ പറയണത് കേട്ടോണ്ട് എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും ഞാൻ ഇപ്പം തന്നെ DYSPനെ വിളിച്ച് വിവരം പറയാമെന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ ഈ പ്രഭാവതിയെ ബലമായിട്ട് അവിടെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നുണ്ട്, താൻ എന്തൊക്കെയാണ് കാണിക്കണത്, ഇപ്പം നമ്മൾ ഈ സത്യങ്ങൾ അറിഞ്ഞ വിവരം ആരും അറിഞ്ഞിട്ടില്ല. നമ്മളിത് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐസബല്ലയും കെവിനും അതുപോലെ അരുന്ധതി എല്ലാവരും അറിയും നമ്മൾ സത്യങ്ങൾ അറിഞ്ഞെന്ന്. പിന്നീട് അത് നന്ദുവിൻ്റെ ജീവനെ തന്നെ ബാധിക്കുമെന്ന് പറയുമ്പം പ്രഭാവതി ഇങ്ങനെ ആലോചിച്ചിട്ട് ശരിയാന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ശാരിക എങ്ങനെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞതെന്നൊന്ന് മനസ്സിലാക്കണമല്ലോ മോളെ എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ ചെന്ന് ശാരികയോട് നേരിട്ട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അച്ഛനോട് വന്ന് വിവരം പറയാം, എന്നിട്ട് നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എടുത്തു ചാടിയൊന്നും തീരുമാനിക്കരുത് മോളെ എന്ന് പറയുമ്പം ഇനി നമ്മൾ മുന്നിട്ടിറങ്ങിയാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അച്ഛാ. ഇത്രയും നാളും നമ്മളെ എല്ലാവരെയും അവർ വിഡ്ഢിയാക്കുമല്ലായിരുന്നോ, ഇനി നമുക്ക് തിരിച്ച് അതേ രീതിയിൽ തന്നെ അവർക്ക് പണി കൊടുക്കണം. അവർ നമ്മളെ എങ്ങനെ വിഡ്ഢിയാക്കിയോ ആ രീതിയിൽ തന്നെ ആയിരിക്കണം, ഇനി അതിനൊരു മാറ്റവും ഇല്ല അച്ഛാ. ഞാൻ എന്തായാലും ശാരികയോട് എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ, കുറച്ച് വിവരങ്ങളും കൂടെ എനിക്ക് അവളിൽ നിന്നും അറിയാനുണ്ടെന്ന് പറഞ്ഞ് ദേവിക പോകുന്നുണ്ട്. അങ്ങനെ ഈ ശാരികയുടെ അടുത്ത് വന്നിട്ട് ദേവിക ചോദിക്കുന്നുണ്ട്, മോളെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാനാണ് വന്നേ, നീ എങ്ങനെയാണ് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞതെന്ന്. അന്നേരം ശാരിക പറയുന്നുണ്ട്, ചേച്ചി എന്തിനാണ് ഇതൊക്കെ അറിയണത്, ചേച്ചിക്ക് സത്യങ്ങൾ അറിഞ്ഞാൽ പോരെ, ഞാനത് ഏത് മാർഗ്ഗത്തിലൂടെ അറിഞ്ഞതെന്ന് ചേച്ചി എന്തിനാ അന്വേഷിക്കണമെന്ന് ചോദിക്കുമ്പോൾ അതല്ല ശാരി, എനിക്കിതിൻ്റെ വിവരങ്ങൾ കറക്റ്റായിട്ട് അറിയണം, എന്നാലേ നമുക്ക് അടുത്ത നീക്കം എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം ഈ ശാരികയാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലാവുന്നുണ്ട്. ശാരികയ്ക്ക് സത്യങ്ങൾ തുറന്ന് പറയാനും പറ്റില്ല. എന്നാൽ ദേവിക പിന്നെയും നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പം രാധിക വന്നിട്ട് പറയുന്നുണ്ട്, നിന്നോടല്ലേ മോൾ ഇത്രയും നേരം ചോദിക്കുന്നത്, സത്യം എന്താണെന്ന് വെച്ചാൽ പറ, എന്നാലല്ലേ അവർക്ക് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം ശാരിക പറയുന്നുണ്ട്, ചേച്ചി ഞാൻ ചേച്ചിയോട് എല്ലാ സത്യങ്ങളും പറയാം, അത് കേട്ട് കഴിയുമ്പോൾ ചേച്ചി എന്നെ വഴക്ക് പറയരുതെന്ന് പറയുമ്പം ദേവിക ചോദിക്കുന്നുണ്ട്, അങ്ങനെ വഴക്ക് കേൾക്കാൻ പാകത്തിനുള്ള എന്തെങ്കിലും കാര്യം നീ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല ചേച്ചി, എൻ്റെ ചേച്ചീനെ നന്ദേട്ടനെ ഈ കുരുക്കിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്ത്, എന്തായാലും ചേച്ചി വാ, ഞാൻ ചേച്ചിയോട് എല്ലാം പറയാമെന്നും പറഞ്ഞ് ശാരികയാണെങ്കിൽ ദേവികയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട്. എന്നിട്ട് ദേവിക ചോദിക്കുന്നുണ്ട്, പറ ശാരി എന്താ സത്യത്തിൽ നടന്നതെന്ന് ചോദിക്കുമ്പം ഈ ശാരിക പറയുന്നുണ്ട്, ഞാൻ കുറേ നാളായിട്ട് ഈ ഇസബല്ലയുടെയും കെവിൻ്റെയും പിന്നാലെ തന്നെയായിരുന്നു. നന്ദേട്ടനായിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവർ സൗഹൃദം സ്ഥാപിക്കാൻ വന്നപ്പോൾ തന്നെ എനിക്ക് ആ കെവിനെ ഇസബല്ലയും സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ നടന്ന ഞാൻ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് അന്ന് ചേച്ചി ഓർക്കണില്ലേ, നന്ദേട്ടനെ എവിടെയാണെന്ന് അറിയാതെ ചേച്ചി അന്വേഷിച്ച് നടന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഇസബല്ലയുടെ ഒപ്പം ഉണ്ടെന്ന്, അത് ശരിയാലോ, അന്ന് നീ അതെങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് ചോദിക്കുമ്പം അതാ ഞാൻ പറഞ്ഞ കുറേ നാളായിട്ട് ഞാൻ ഈ കെവിൻ്റെയും ഇസബല്ലയുടെയും പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അന്ന് കെവിനിൽ നിന്നാണ് ഞാൻ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്, ഞാൻ ആ കെവിനെ പ്രണയിക്കുന്നത് പോലെ അഭിനയിക്കുകയോ ചോദിച്ചിരുന്നു. അത് കേട്ടതും ദേവിക ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് മോളെ ഈ പറയണത്, അതൊക്കെ വലിയ അപകടമല്ലേ എന്ന് ചോദിക്കുമ്പം ചേച്ചിക്ക് എന്നെ വിശ്വാസമല്ലേ, എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം, ഒരപകടം ഉണ്ടാവില്ല, എൻ്റെ പ്രണയം വിശ്വസിച്ചിരിക്കും ആ മണ്ടൻ, എന്തായാലും അവനെ പ്രണയിക്കാനുള്ള ഒരു നാടകം കളിച്ചതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. അന്നേരം ദേവിക പറയുന്നുണ്ട്, ഇപ്പോഴും നീ നടന്നത് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം ഈ ശാരികയാണെങ്കിൽ ഈ കെവിനും ഇസബല്ലയും നിൽക്കണോടത്ത് ചെന്നതും കെവിനും ഇസബല്ലയും സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് നിന്നിട്ടും ഒന്നും മനസ്സിലാവാതെ ആയപ്പം ഈ കെവിൻ്റെ വണ്ടിയുടെ പുറകെ കയറിയിരുന്നതും പിന്നീട് പോണ വഴിക്ക് നമ്മളുടെ ഇസബല്ലയും കെവിനും പരസ്പരം പറയുന്ന എല്ലാ കാര്യങ്ങളും ദേവിയോട് പറയാണ്. അത് കേട്ടതും ദേവിക പറയുന്നുണ്ട്, എന്നാലും ഇത്രയും വലിയ ക്രൂരത നന്ദുവിനോട് ചെയ്യാൻ ഇവർക്ക് എങ്ങനെ തോന്നിയെന്ന് ചോദിക്കുമ്പം അവരത് ചെയ്തത് വേറെ ഒന്നിനല്ല ചേച്ചി, ശരിക്കും ചേച്ചീനെ ലക്ഷ്യം വെച്ച് അവരതെല്ലാം ചെയ്തത്, ചേച്ചി MLA ആയതുകൊണ്ട് തന്നെ നന്ദേട്ടനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് എല്ലാം നേടിയെടുക്കാമെന്ന് അവർ ധരിച്ചത്. പക്ഷേ നന്ദേട്ടനെല്ലാം തുറന്നു പറഞ്ഞത് അവർക്ക് വലിയൊരു അടിയായിപ്പോയി, ഇനിയും അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതെന്താണെന്നൊന്നും എനിക്കറിയില്ല ചേച്ചിന്ന്. അന്നേരം ദേവിക പറയുന്നുണ്ട്, ഇതിന് നല്ലൊരു തിരിച്ചടി കൊടുക്കണ്ടേ മോളെ എന്ന് ചോദിക്കുമ്പം പിന്നെ ഇല്ലാതെ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിലാണ് നന്ദേട്ടൻ ഇത്രയധികം വിഷമിച്ചതും സങ്കടപ്പെട്ടതും, ചേച്ചി നന്ദേട്ടനെ തെറ്റിദ്ധരിച്ചതെല്ലാം അവരുടെ പ്ലാനായിരുന്നു ചേച്ചി, അങ്ങനെയുള്ള അവരെ നമ്മൾ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. അതുമാത്രമാണോ, അന്ന് ആ പ്ലാന്റിന് ചേച്ചിയുടെ ഒപ്പ് വാങ്ങിക്കൊടുത്തതുകൊണ്ട് ഇസബല്ലയ്ക്കും കെവിനും കിട്ടിയത് കോടികളാണ്. അത് കേട്ടതും ദേവിക പറയുന്നുണ്ട്, അപ്പോഴേ നമ്മളിത് സംശയിക്കേണ്ടായിരുന്നു മോളെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എന്തായാലും ഇനി അവരെ വെറുതെ വിടുന്ന പ്രശ്നമില്ല, ചേച്ചി എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചേക്കണേ, ഒരു കാരണവശാലും ഇത് പോലീസിൽ അറിയിക്കരുതെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, ഇല്ല ശാരി,
ഇത് പോലീസിൽ അറിയിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിൻ്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ തന്നെ ആ DYSP കുരുവിള. അതുകൊണ്ട് അയാളിൽ നിന്ന് വേണം നമുക്ക് തുടങ്ങാൻ. അന്നേരം ശാരിക ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്ത് ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കണേന്ന് വയ്ക്കുമ്പോൾ, നിലവിൽ ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും നിൻ്റെ അടുത്തുനിന്ന് വിശദമായ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ ചന്ദ്രോത്ത് ചെന്ന് അച്ഛനോടും ഹരിയങ്കളിനോടൊക്കെ ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കണുള്ളൂ. ഇപ്പം ഞാൻ തൽക്കാലം ചന്ദ്രോത്തേക്ക് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ദേവികയാണെങ്കിൽ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയും സിദ്ധാർത്ഥനെയാണ്. പ്രഭാവതി ആണെങ്കിൽ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, എന്നാലും ആ കെവിനും ഇസബെല്ലയും ചേർന്ന് നന്ദനെ ചതിക്കുമായിരുന്നല്ലോ സിദ്ധു. ഞാൻ വിചാരിച്ചത് അവർ നന്ദൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണെന്ന് പറയുമ്പം ഈ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ആത്മാർത്ഥതയൊന്നും ഉണ്ടായിരുന്നില്ല. ദേവികയുടെ ഇന്ന് ആ പ്ലാന്റിന് അനുമതി മേടിച്ചതോടുകൂടി അവർക്ക് കോടികൾ കിട്ടിക്കാണും. അതിന് വേണ്ടിയിട്ടാണ് അവർ നന്ദന ഇല്ലാത്ത കേസും പറഞ്ഞ് കുടിക്കുകയെന്ന്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, എന്നാലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സിദ്ധു. എന്തായാലും ഈ കാര്യത്തിൽ എനിക്കൊരു സന്തോഷമുണ്ട്. എൻ്റെ മോൻ ഒരു കൊലപാതകം ചെയ്തിട്ടില്ലല്ലോ. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അന്നേ ഹരിയേട്ടൻ പറഞ്ഞതല്ലേ, നന്ദനോട് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഹരിയേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു ഇതങ്ങനെ വിശ്വസിക്കാൻ പറ്റണില്ല. നന്ദന ഒറ്റയ്ക്ക് ഒരാളെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. നന്ദനെ സഹായിക്കാൻ ആരെങ്കിലും കാണുമെന്ന് പറഞ്ഞപ്പം താൻ എന്താ പറഞ്ഞത്, നന്ദനെ സഹായിക്കാനൊന്നും ആരും ഉണ്ടായില്ല, നന്ദന ഒറ്റയ്ക്കാണ് ചെയ്താൽ തനിക്കൊന്നും അറിയില്ല എന്നല്ലേ. എന്തായാലും ഇപ്പം തനിക്ക് മനസ്സിലായില്ലേ നന്ദൻ അങ്ങനെ ഒരു കൊലപാതകം ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നന്ദൻ ഋഷിയെ കുഴിച്ചിടണേന്ന് ചോദിക്കുമ്പോൾ ഈ പ്രഭാവതി പറയുന്നുണ്ട്, അങ്ങനെയല്ല സിദ്ധു ശരിക്കും സംഭവിച്ചത്. നന്ദൻ തല്ലിയപ്പം ഋഷി ബോധം കെട്ട് വീണു എന്നുള്ളത് സത്യ. അതിനുശേഷം ഈ ഋഷി മരിച്ചു എന്നുള്ള വിവരം നന്ദനെ വിളിച്ച് പറഞ്ഞത് കെവിൻ തന്നെയാണ്. എന്നിട്ട് നന്ദൻ അങ്ങോട്ട് പോയില്ലേന്ന് ചോദിക്കുമ്പോൾ നന്ദൻ ചെല്ലാന്ന് പറഞ്ഞിട്ട് കെവിൻ സമ്മതിച്ചില്ല. നീ വരണ്ട, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ നന്ദൻ പോയില്ല, കെവിൻ തന്നെയാണ് ഋഷിയെ കുഴിച്ചിട്ടേന്നാണ് നന്ദൻ എന്നോട് പറഞ്ഞേന്ന്. അത് കേട്ടതും സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇത് നേരത്തെ തന്നെ പ്രഭ പറഞ്ഞിരുന്നെങ്കിൽ സംഗതി ഇത്രയും രൂക്ഷമാവുമായിരുന്നോ. അന്ന് തന്നെ നന്ദനല്ല കുഴിച്ചിട്ടത്, കെവിനാ കുഴിച്ചിട്ടേന്ന് പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ആയേനെന്ന് പറയുമ്പോൾ, ഇത് എൻ്റെ തെറ്റാ സിദ്ധു. അന്ന് ഹരിയേട്ടൻ എന്നോട് ഒരുപാട് ചോദിച്ചതാ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോയെന്ന്. അപ്പം ഞാനും നന്ദനും ഒരുപോലെ തന്നെ മറച്ചു വെച്ചിട്ടില്ല എന്നാണ് പറഞ്ഞ്. അത് വേറൊന്നും കൊണ്ടല്ല, നന്ദൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, നന്ദൻ കേസിൽ പെട്ടാലും അവരെ ആരെയും ഇതിൽ ഉൾപ്പെടുത്തില്ല, അവർ നിരപരാധികളല്ലേ, അതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തിക്കോളാം, അതുകൊണ്ട് അവരുടെ പേര് ഒരു സ്ഥലത്തും പറയില്ല എന്ന് വാക്ക് കൊടുത്തതുകൊണ്ടാണ് ഞാനും നന്ദനും അത് പറയാതിരുന്നത്. എന്നാലും ഹരിയേട്ടൻ സംശയം പറഞ്ഞ സമയത്ത് ഞാൻ നന്ദനോട് പറഞ്ഞതാ നമുക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയാമെന്ന്. അപ്പോൾ അവനായിരുന്നു നിർബന്ധം, അവനെ സഹായിച്ച സുഹൃത്തുക്കളെ ചതിക്കരുതെന്ന്. എന്തായാലും ഇപ്പോൾ എങ്ങനെയുണ്ട്, സുഹൃത്തുക്കളെ ചതിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് നന്ദനെ ചതിക്കുമല്ലായിരുന്നോ. സുഹൃത്തുക്കൾ തന്നെയല്ലേ അവൻ്റെ ജീവിതം തകർത്തേന്ന്. എന്നിട്ട് പ്രഭാവതി പറയുന്നുണ്ട്, എന്നാലും ആ അരുന്ധതിയെ സമ്മതിക്കണം സിദ്ധു, എത്ര പ്രാവശ്യം അങ്ങനെ കാണില്ല എന്നും പറഞ്ഞ് അവൾ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയത്. അങ്ങനെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതൊക്കെ അവരുടെ നാടകം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളായിരുന്നു. എന്തായാലും ഹരിയേട്ടൻ അവിടെ ചെന്ന് ഈ നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ പോകുക എന്ന് പറഞ്ഞപ്പോഴല്ലേ ഈ അരുന്ധതി ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അങ്ങനെ അരുന്ധതിയുടെ മകൻ മരിച്ചിരുന്നെങ്കിൽ അരുന്ധതി നേരെ സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുകയല്ലേ ചെയ്യുള്ളായിരുന്നു, തനിക്കതൊന്നും ചിന്തിക്കാനുള്ള ബോധമില്ലേ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അത് ഞാനും ആലോചിച്ചു സിദ്ധു. എന്തായാലും അരുന്ധതിയുടെ മോനെ നന്ദൻ കൊന്നെന്ന് അറിഞ്ഞാൽ അരുന്ധതി അടങ്ങിയിരിക്കില്ലല്ലോ, വേഗം തന്നെ സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്ത് നന്ദനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനല്ലേ നോക്കണേ. പക്ഷേ അരുന്ധതിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായില്ല, അരുന്ധതി ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ സംശയിക്കണമായിരുന്നു ഈ ഋഷി മരിച്ചോ എന്നുള്ള കാര്യത്തിൽ. എന്തായാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ, ഇനി ഞാൻ അരുന്ധതിയെ വെറുതെ വിടാൻ പോകണില്ല. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, താൻ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് തൻ്റെ എടുത്തുചാട്ടം തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുരളീനെയാണ്. മുരളീനെ ദേവിക വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്തതും എന്താ ദേവിക എന്ന് ചോദിക്കുമ്പം, മുരളിയേട്ടൻ എനിക്ക് മുരളിയേട്ടനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, മുരളിയേട്ടനും കൂടി വരാമെന്ന് ചോദിച്ചത്. അതിനെന്താ ദേവിക, ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറയണു. അങ്ങനെ മുരളി ദേവികയെ കാണാനായിട്ട് ദേവികയുടെ വീട്ടിലോട്ട് വരാണ്. അങ്ങനെ മുരളി വന്നിട്ട് എന്താ ദേവിക അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അത് വേറെ ഒന്നുമല്ല, ഞാൻ പറയണ കാര്യം ഭാർഗവി ആൻറ്റിയോ ഗൗരിയോ ആരും അറിയരുത്, ഞാനിത് മുരളിയേട്ടനോട് പറയണതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മുരളിയേട്ടൻ അറിഞ്ഞിരുന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അന്നേരം എന്താണെങ്കിലും പറ, ഞാൻ ആരോടും പറയില്ല എന്ന് പറയുന്നു. അങ്ങനെ ഈ ശാരിക പറഞ്ഞ എല്ലാ കാര്യങ്ങളും ദേവിക മുരളിയോട് പറയുന്നുണ്ട്. അത് കേട്ടതും മുരളി പറയുന്നുണ്ട്, സത്യമാണോ ദേവിക ഈ പറയണതൊക്കെ? അപ്പോൾ നന്ദന ഋഷിയെ കൊന്നിട്ടില്ലേ, ഋഷി ജീവിച്ചിരിക്കണ്ടോ എന്ന് ചോദിക്കുമ്പം, ഋഷി ജീവിച്ചിരിക്കുന്നുണ്ട്, അവൻ എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് നിലവിൽ അവൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല, അവനെ ഇപ്പോൾ കാണാനില്ല. അരുന്ധതി മേഡം അവനെ ദുബായിക്ക് വിടാൻ വേണ്ടി എയർപോർട്ടിലേക്ക് വിട്ടിരുന്നു, പക്ഷേ അവൻ ഫ്ലൈറ്റ് കയറിയിട്ടില്ല, അവിടെ നിന്ന് അവനെ ആരോ കടത്തിക്കൊണ്ടുപോയി. ഇപ്പോൾ അരുന്ധതി മേഡം ഇസബെല്ലയും കെവിനും ചേർന്ന് ഋഷിയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുവാന്ന്. ആ സമയത്ത് മുരളി പറയുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കണേ, നമുക്ക് ഇതുവരെ നന്ദനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുമ്പോൾ, എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്തണം, അതുമാത്രമല്ല നമ്മളെ ചതിച്ചവർക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിയും കൊടുക്കണം. എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട് മുരളിയേട്ടാ, നമുക്ക്
ചന്ദ്രോത്തേക്ക് പോവാം. അവിടെ ചെന്ന് അച്ഛനും അമ്മയും ഹരിയങ്ങളും ആയിട്ട് ആലോചിച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം. എത്രയും പെട്ടെന്ന് ഇതിന് തിരിച്ചടി കൊടുക്കുകയും ചെയ്യണം. ആ സമയത്ത് മുരളി പറയുന്നുണ്ട്, എന്നാലും ആ ഇസബെല്ലയും കെവിനും എന്തിനായിരിക്കുമോ നന്ദനെ ഇങ്ങനെ ചതിച്ചതെന്ന് ചോദിക്കുമ്പം അത് വേറെ ഒന്നിനുമല്ല, അന്ന് ആ പ്ലാന്റിന് അനുമതി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതും പറഞ്ഞ് അവർ നന്ദുവിനെ ബ്ലാക്ക് മെയിൽ ചെയ്തു. അതുകൊണ്ട് അമ്മയും നന്ദനും എന്നോട് നിർബന്ധമായിട്ടും പ്ലാന്റിന് അനുമതി കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അന്നേരം മുരളി പറയുന്നുണ്ട്, അത് ശരിയാ, അതിൽ നിന്നും അവർ കോഡുകൾ ഉണ്ടാക്കി കാണും, പിന്നെയും അവരെന്തെങ്കിലുമൊക്കെ ഉദ്ദേശിച്ച് കാണും. പക്ഷേ ആ സമയമായപ്പോഴേക്കും നന്ദൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞില്ലേ, അതവർക്ക് വലിയ അടിയായി കാണുമെന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, അത് മുരളിയേട്ടൻ പറഞ്ഞത് നേരെ, അവർ ഒരുപാട് കാര്യങ്ങൾ എന്നിലൂടെ നേടിയെടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ആ ഒരു ഫയൽ കാണാതായില്ലേ, അതും അവർ നന്ദുവിനെ ഭീഷണിപ്പെടുത്തി അവരുടെ കൈക്കലാക്കിയതാണ്. എന്തായാലും മുരളിയേട്ടൻ വാ, നമുക്ക് ചന്ദ്രോത്തേക്ക് പോകാമെന്നും പറഞ്ഞ് അവർ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും സിദ്ധാർത്ഥനും ഹരിസാറും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഹരിസാറ് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, അന്നേ ഞാൻ പ്രഭയോട് ചോദിച്ചതല്ലേ പ്രഭ എന്തെങ്കിലും മറക്കുന്നുണ്ടോയെന്ന്. അന്ന് പ്രഭ എന്നോട് എന്താ പറഞ്ഞത്? ഒന്നും മറക്കണില്ല, എല്ലാം ചെയ്തത് നന്ദൻ ഒറ്റയ്ക്കാന്നല്ലേ. അന്നേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നന്ദനെയും കൊണ്ട് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പിന്നെ അത് മാത്രമല്ല, അന്ന് ഞാൻ അരുന്ധതിയുടെ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയതാ. അരുന്ധതിക്ക് മോനെ കാണാത്തതിൻ്റെ വിഷമമൊന്നും അല്ല കണ്ടത്, എന്തോ കള്ളത്തരം മറച്ചു വെക്കുന്ന ഒരു വെപ്രാളമൊക്കെ അരുന്ധതിയുടെ മുഖത്ത് കണ്ട്. അതിനുശേഷം ഞാൻ രണ്ടാമത് ചെന്നപ്പം നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ പോവുക. അരുന്ധതിയുടെ മകൻ ഋഷിയെ നന്ദൻ കൊന്നു എന്ന് പറഞ്ഞിട്ടും അരുന്ധതി അങ്ങനെ ഭയങ്കര ഒച്ചപ്പാടോ ബഹളോ കരച്ചിലോ ഒന്നും നടത്തിയില്ല. സാധാരണ ഒരു അമ്മ മകൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒച്ചെടുക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യേണ്ടതല്ലേ. ഇവരുടെ മുഖത്ത് ഞാനൊരു ഭയം മാത്രമേ കണ്ടോളൂ. അന്നേ ഞാൻ പറഞ്ഞതാ ഇതിലെന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ടെന്ന്. അന്ന് പ്രഭ സത്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോകില്ലായിരുന്നു. അന്ന് കെവിന ഋഷിയുടെ ബോഡി കുഴിച്ചിട്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് കൂടുതൽ അന്വേഷിക്കാൻ പറ്റിയേനെയാണ്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി ഹരിയേട്ടാ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും എൻ്റെ മകൻ ഒരു കൊലയാളി അല്ലാന്ന് ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. ഇനി എൻ്റെ മോനെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയാൽ മതിയെന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എന്തായാലും ദേവിക വരട്ടെ, ദേവിക വന്നതിന് ശേഷം നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന്. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് മുരളിയും ദേവികയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ദേവികയുടെ കൂടെ മുരളിയെ കണ്ടതും ഈ പ്രഭാവതി സിദ്ധാർത്ഥനൊക്കെ ഇങ്ങനെ സംശയത്തോടുകൂടി നോക്കുമ്പം ദേവിക പറയുന്നുണ്ട്, സത്യങ്ങളെല്ലാം ഞാൻ മുരളിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, മുരളിയേട്ടൻ ഇത് അറിഞ്ഞിരുന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, എന്തായാലും മുരളിയേട്ടനും വേണം നമ്മുടെ കൂടെയെന്ന്. അങ്ങനെ ഇനി എന്താ സാറേ നമ്മൾ പ്ലാൻ ചെയ്യണേന്ന് മുരളി ഹരിസാറിനോട് ചോദിക്കുമ്പം ഹരിസാറ് പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ മുരളി പുതിയൊരു സിം സംഘടിപ്പിക്കണം, അത് മുരളിയുടെ പേരിൽ വേണ്ട, വേറെ ആരുടെയെങ്കിലും പേരിൽ വാങ്ങിയാൽ മതി, ആ ഫോണുമായിട്ട് വാങ്ങുക. അങ്ങനെ മുരളി സിം വാങ്ങാനായിട്ട് പോയി കഴിഞ്ഞതും ദേവിക ചോദിക്കുന്നുണ്ട്, എന്താ കാര്യങ്ങൾ ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പം മുരളി ആദ്യം സിമ്മും വാങ്ങിക്കൊണ്ട് വരട്ടെ, എന്നിട്ട് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയണം. അങ്ങനെ മുരളി സിമ്മുമായി വന്നതും ഈ ഹരിയങ്ങൾ പറയുന്നുണ്ട്, അരുന്ധതിയുടെ നമ്പർ നിങ്ങളുടെ കയ്യിലില്ലേന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, ഉവ്വ എൻ്റെ കയ്യിലുണ്ട്, എന്നാൽ ആ നമ്പർ മുരളിക്ക് പറഞ്ഞു കൊടുക്ക്. മുരളി എന്നിട്ട് അരുന്ധതിക്ക് ഫോൺ ചെയ്തിട്ട് പറയണം, നിങ്ങളുടെ മകൻ ഋഷി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, ഋഷിയെ തിരിച്ചു കിട്ടണമെങ്കിൽ നന്ദനെ ഞങ്ങൾക്ക് വിട്ടു തന്നെന്ന് പറയണം എന്ന്. അന്നേരം ഈ ദേവിക ചോദിക്കുന്നുണ്ട്, ശരിക്കും ഈ അരുന്ധതി ആയിരിക്കുമോ നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയേക്കണേന്ന് ചോദിക്കുമ്പം അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ പറയണത്. ഋഷിയെ നിങ്ങൾക്ക് വിട്ടു തരുമ്പം നന്ദനെ തിരിച്ചു തന്നെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നന്ദന ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ നന്ദനെ നമുക്ക് തിരിച്ചു തരുമെന്ന്. അന്നേരം ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അവരുടെ കയ്യിൽ നന്ദന ഇല്ലെങ്കിലോ സാറേന്ന് ചോദിക്കുമ്പം അവരുടെ കയ്യിൽ നന്ദന ഇല്ലെങ്കിലും ഋഷി ജീവനോട് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കാൻ പറ്റുമല്ലോ എന്ന്. ആ സമയത്ത് മുരളി പറയുന്നുണ്ട്, അത് സാറ് പറഞ്ഞത് നേരെ, എന്തായാലും ഞാൻ ഇപ്പം തന്നെ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് മുരളി ഫോൺ എടുത്ത് അരുന്ധതിക്ക് വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് അരുന്ധതി ആണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനിലിരിക്കുകയാണ്. ഋഷിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല, ഇനി ഞാൻ ഋഷിയെ എവിടെ പോയി തേടും? ആ മിനിസ്റ്ററെ വിളിച്ചിട്ടാണെങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടായില്ല. അതുമാത്രമാണോ, ഇപ്പോൾ പ്രഭാവതി വിളിച്ചിട്ട് വേറെ കുറേ കാര്യങ്ങളും പറയണു, ഞാൻ മീരയെ കൊന്നുപോലും, ഞാൻ എന്തിന് മീരയെ കൊല്ലണം, മീരയെ ഞാൻ അറിയു പോലും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അരുന്ധതിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. വേഗം തന്നെ ഫോൺ എടുത്ത് നോക്കിയതും അൺഗ്ലോൺ നമ്പർ കണ്ടിട്ട് അരുന്ധതി ഇത് ആരായിരിക്കുമോ, ഇനി ഋഷി എങ്ങാനും വിളിക്കണേ ആയിരിക്കുമോ എന്ന് ഓർത്ത് വേഗം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തതും അരുന്ധതി മേഡം അല്ലേന്ന് ചോദിക്കണം. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, അതെ നിങ്ങളാരാന്ന് ചോദിക്കുമ്പം ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്, നിങ്ങളുടെ മകൻ ഋഷി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറയണു. അത് കേട്ടതും അരുന്ധതി ചോദിക്കുന്നുണ്ട്, നേരാണോ, നിങ്ങൾ ആരാ, അവനിപ്പോൾ എവിടെയാണ്, അവനെ എന്തിനാണ് നിങ്ങൾ കൊണ്ടുപോയേക്കണേന്നൊക്കെ ഇങ്ങനെ വെപ്രാളത്തോടു കൂടി ചോദിക്കുമ്പം മേഡം ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ചോദിച്ചാൽ എങ്ങനെയാണ് ശരിയാവണേ, ഓരോന്നായിട്ട് ചോദിക്കുക. എന്തായാലും മേഡത്തിൻ്റെ മോനെ ഞാൻ വിട്ടുതരാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിനെനിക്ക് കുറച്ച് കണ്ടീഷൻ ഉണ്ടെന്ന് പറയുമ്പം അരുന്ധതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര പണം വേണ്ടേ, എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം, എൻ്റെ സമ്പാദ്യം മൊത്തം വേണമെങ്കിലും തരാം, പക്ഷേ എൻ്റെ മോനെ ഒന്നും ചെയ്യരുത്, എൻ്റെ മോനെ എനിക്ക് വിട്ടു തന്നെന്ന് പറയണു. അത് കേട്ടതോടുകൂടി മുരളിയും ദേവികയും സിദ്ധാർത്ഥനും എല്ലാം ആകെ ഇങ്ങനെ സ്തംഭിച്ച് തന്നെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.